പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിമാനാപകടം ഉണ്ടായി. ഏകദേശം 250ഓളം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ 2 പ്രിസെപ്റ്റർമാരുണ്ടായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും. അത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം മുമ്പ്, അതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം ഡൽഹിയിൽ, ഇപ്പോൾ മാസ്റ്റർ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സത്സംഗം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദ്യോത്തരങ്ങളുടെ സമയമായപ്പോൾ ഒരു അഭ്യാസി എഴുന്നേറ്റ് നിന്ന് ഈ ചോദ്യം ചോദിച്ചു: ഈ വിമാനാപകടം, അതിൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് മരിക്കണം. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ആരുടെ കർമ്മബലമാണത്? ആരുടെ വിധിയാണ്? നമ്മളെ ഭാഗതയും രൂപപ്പെടുത്തുന്നത് നമ്മളുടെ കർമ്മങ്ങളാണോ, അതോ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ ഇതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെ ഉള്ളിലും ഇത്തരം ചോദ്യം ഉണർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മാസ്റ്റർ മറുപടി പറയുണ്ടായി. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ആവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ കർമ്മഫലങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവരുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് വളരെ വ്യക്തമാണ്. നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡാണ് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള വസ്തുത. ഇപ്പോൾ സാധാരണ ഈ വിധി അല്ലെങ്കിൽ ഭാഗധേയം അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നൊക്കെ നമ്മൾ പറയണത് കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കാരണവും പ്രഭാവവും എന്ന് പറയാം. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ കാണുന്നു, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ചിലപ്പോൾ കാര്യം കാണും, നമ്മൾ കാരണം കാണില്ല. ചിലപ്പോൾ കാര്യവും കാരണവും തമ്മിൽ ഒരുപാട് സമയത്തിൻ്റെ ദൂരം ഉണ്ടാകുമ്പോൾ എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മലയാളത്തിൽ കാര്യസ്ഥൻ എന്നുള്ള വാക്കില്ലേ, കാരണവർന്നകളുള്ള വാക്കില്ലേ, അതൊക്കെ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളൊക്കെ ഒരു വലിയ പ്രോപ്പർട്ടി ഉണ്ട്, സ്വത്തുണ്ട്, അതൊക്കെ നോക്കി നടത്തുന്ന ആളാണ് കാര്യസ്ഥൻ. അതിലേക്ക് അദ്ദേഹത്തിന് അതിൽ അവകാശമൊന്നുമില്ല. അപ്പോൾ കാര്യത്തിൽ സ്ഥിതനായിട്ടുള്ള ആളാണ് കാര്യസ്ഥൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളൂ. കാരണവരെ അവിടെ കാണുകയില്ല, അതാണ് അതിൻ്റെ ഓണർ. അപ്പോൾ കാരണത്തിൽ സ്ഥിതനായിട്ടുള്ള ആളെ നമ്മൾ കാരണവർ എന്ന് പറയാം. അപ്പോൾ കാര്യത്തിനേക്കാൾ പ്രധാനമാണ് കാരണം എന്നർത്ഥം. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ജീവിതം എങ്ങനെയാണ്? ജീവിതത്തിന് കാരണം സംസ്കാരങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലെടുക്കുക. കർമ്മഫലങ്ങൾ, സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ മാത്രമാണോ മറ്റുള്ളവരുടെ കർമ്മഫലങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ദാജി പറഞ്ഞത് നമ്മളുടെ പരിമിതമായിട്ടുള്ള
ഗ്രഹണശക്തിയിൽ ഈ കാര്യകാരണം നോക്കുമ്പോൾ നമ്മളെല്ലാത്തിനും കാരണം നമ്മളുടെ കർമ്മഫലം തന്നെയാണ് നമുക്ക് തോന്നും. അത് പരിമിതമായിട്ടുള്ളൊരു ഗ്രഹിക്കൽ മാത്രമാണ്. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കർമ്മഫലങ്ങളും നമ്മളെ ബാധിക്കും എന്ന് മനസ്സിലാവുക. അപ്പോൾ ബാബുജി മഹാരാജ് പക്ഷേ ഇതിനെ വളരെ വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ്, കാരണം പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണമില്ലാതെ കാര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ കാര്യമില്ലാതെ കാരണം ഉണ്ടാവാം. കാരണമുണ്ട്, പക്ഷേ അതിൻ്റെ പ്രഭാവം നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ പ്രഭാവം അല്ലെങ്കിൽ കാര്യം നമ്മൾ കാണുന്നു, പക്ഷെ കാരണം എന്താണെന്ന് നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ നമുക്കൊരു അതെന്താണെന്ന് പറയണമെന്ന് മനസ്സിലാവില്ല. അപ്പം അദ്ദേഹം പറഞ്ഞാൽ സൃഷ്ടിയെ ആലോചിച്ച് നോക്കൂ, സൃഷ്ടിക്ക് എന്താണ് കാരണം നമുക്കറിയാം. ഇപ്പോൾ സൃഷ്ടി സയൻസിലാണെങ്കിൽ ഒരു ബിഗ് ബാങ്, ഒരു ചെറിയ പൊട്ടിത്തെറിയുന്നത് ഊർജം പല പല മേഖലകളിൽ ഘനീഭവിച്ച് വ്യത്യസ്തമായ സൃഷ്ടികളുണ്ടായത്. അപ്പോൾ എന്താണ് ആ പൊട്ടിത്തെറിക്ക് കാരണം? യോഗശാസ്ത്രം അനുസരിച്ച് നമ്മൾ പറയുക ആദിപ്രകൃതി സ്ത്രീരൂപമാണത്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഗർഭപാത്രം, അത് പരിപൂർണമായിട്ട് ബാലൻസിലാണ് നിൽക്കുന്നത്. സ്ത്രീരൂപമാണത്. അതിൽ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ പിന്നീട് വന്ന് അദ്ദേഹം ഇൻ്റർഫിയർ ചെയ്തതാണ്, ഇടപെട്ടു. അപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് ആദിപ്രകൃതിയിൽ ഇടപെട്ടപ്പോഴാണ് ഈ പ്രകൃതി പുരുഷ സംഘമായിട്ടാണ് സൃഷ്ടി മുഴുവൻ ഉണ്ടായത്. അതിങ്ങനെ തുടരുന്നു എന്നാണ് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രകൃതി പുരുഷൻ അതിൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്നു, പ്രകൃതി പ്രകടമായത് എന്നുള്ള അർത്ഥത്തിൽ പുറത്താണ്. അതായത് എല്ലാ സൃഷ്ടിക്കും നിശ്ചലമായ ഒരു കേന്ദ്രം, അതിനെ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നു. പ്രകടമായൊരു ബാഹ്യം, ചലിക്കുന്നൊരു ബാഹ്യമുണ്ട്. ഇത് തമ്മിലുള്ള സംഘാതത്തിലാണ് സൃഷ്ടി നിലനിൽക്കുന്നത്. അത് തന്നെയാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് നമ്മുടെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നമ്മളുടെ ബോധം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന നിശ്ചലതയും ശാന്തി, ആ ആദിപ്രകൃതിയുടെ സ്വഭാവം നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ ബോധം നമ്മൾ ഉപരിപ്ലവമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴോ അസ്വസ്ഥത നമ്മൾ അനുഭവപ്പെടുക. അപ്പം ഈ ഒരു ചോയ്സ് നമ്മുടെ ബോധത്തിലുണ്ട്. കേന്ദ്രത്തിലേക്ക് പോവാം, ബാഹ്യമായിട്ട് വരാം. കേന്ദ്രത്തിൽ ശാന്തി, പുറത്ത് അസ്വസ്ഥത. അപ്പം ഇത് കാണുമ്പോൾ സൃഷ്ടിയുടെ കാരണം ഭാഗവതത്തിലൊക്കെ ലീലയാണെന്ന് പറയും. കൃഷ്ണലീല എന്ന് പറയില്ലേ. ലീല എന്ന് പറയുന്നത് എന്താണ്? കളി എന്നാണ്. എന്തിനാണ് കളി കളിക്കുന്നത്? കളിക്കുന്നത് ജയിക്കാനും പരാജയപ്പെടാനും അല്ല, പിന്നെയോ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കളി. അപ്പോൾ ജയപരാജയങ്ങൾ കളിയിലില്ല, അത് ആസ്വാദനത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടി ഉണ്ടായത് ആസ്വാദനത്തിനാണെന്ന് പറയും. അതിനാണ് ലീല എന്ന് പറയുന്നത്, പ്ലേ. അപ്പോൾ ആ കളി ആസ്വദിക്കുന്ന നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുകയാണോ? പലപ്പോഴും നമുക്ക് ദുരിതങ്ങളാണ്. അതിന് കാരണം ഈ കേന്ദ്രവും, അതായത് പുരുഷൻ, പ്രകൃതി, അത് തമ്മിലുള്ള ആ സംഘാതത്തിൻ്റെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബോധത്തിനെ വികസിപ്പിക്കാത്തതുകൊണ്ടാണ്. അതായത് കേന്ദ്രത്തിൽ ബോധം ഉറച്ചു നിൽക്കുമ്പോഴേ
പുറത്ത് ബാഹ്യമായിട്ട് കാണുന്ന ചലനാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ലീല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക എന്ന് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയും. സത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ സദ്ഗുണം എന്ന് പറയില്ല. സത്വം, രജസ്, തമസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ സത്ത് നമ്മുടെ ചിത്തത്തിലേക്ക് കൊണ്ടുവരിക. ചിത്തം എന്ന് പറഞ്ഞാൽ ബോധമാണ്. മനസ്സും ബുദ്ധി അഹങ്കാരം അടങ്ങുന്ന ബോധത്തിനെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സ് എന്നുള്ളെടുക്കാം. അപ്പോൾ ആ സത്വം എന്ന സംഗതി, ദിവ്യത്വം എന്നത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോൾ ഉണ്ടാവണതാണ് ആനന്ദം എന്നാണ് ലീല. അപ്പോഴാണ് ലീലയുടെ ആസ്വാദനം നമുക്കറിയാവുന്നത്. അപ്പോൾ സച്ചിദാനന്ദം എന്നുള്ള വാക്കിൽ തന്നെ ജീവിത ലക്ഷ്യവും എന്താണെന്ന് പറയുന്നുണ്ട്, സൃഷ്ടിയുടെ രഹസ്യവും പറയുന്നതിൽ. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല അത് മനസ്സിലാക്കുക. നമ്മൾ പറയും മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നൊക്കെ നമ്മൾ പറയും. അതിന് കാരണം മനസ്സ് ശത്രുവാണ്, ബന്ധുവാണ്. എങ്ങനെയാണ്? ക്രമീകരിക്കപ്പെട്ട മനസ്സ് നമ്മുടെ ബന്ധുവാണ്. ക്രമീകരിക്കാൻ എന്ത് ചെയ്യണം? ഈ സത്വത്തെ അല്ലെങ്കിൽ ദിവ്യത്വത്തെ നമ്മുടെ ചിത്തിലേക്ക് കൊണ്ടുവരണം. അഹം എന്നുള്ള ഭാവം നമ്മൾ പറയാതെ മോശമാണെന്ന്, പക്ഷേ ക്രമീകരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിനയവും സ്നേഹവുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് മാറും. അഹം എന്നുള്ള ബോധമില്ലെങ്കിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുപോലെ ബുദ്ധിശക്തി, ശരിയത് തെറ്റത് എന്നുള്ള ചിന്ത, അതിന് പ്രധാന കാരണക്കാരൻ നമ്മുടെ ഉള്ളിലുള്ള മുദ്രകളാണ്, നമ്മുടെ ശീലവിധേയത്വങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ശുദ്ധീകരണത്തിലൂടെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിശക്തി വിവേകമായിട്ട് മാറും. അപ്പോൾ ബോധത്തിനെ മൊത്തത്തിൽ നമുക്ക് വികസിപ്പിച്ചുപയോഗിക്കാം. അപ്പോൾ വികസിതമായ ബോധത്തിൽ സത്വം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദിവ്യത്വം പ്രകടമാകുമ്പോഴാണ് ഈ ലീല എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. പ്രപഞ്ചത്തിൻ്റെ ലീല. അപ്പം അതിങ്ങനെ തുടരുകയാണ്. ഇനി ദാജി ഇപ്പോൾ മറ്റുള്ളവരുടെ കർമ്മഫലങ്ങൾ നമ്മളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചത്. അദ്ദേഹം സ്ഥിരമായിട്ട് പറയാറുള്ളതാണ് രാമായണത്തിലെ കഥ. ശ്രീരാമനും സീതയും അവരുടെ വിവാഹത്തിന് മുമ്പ് അവരുടെ ജാതകം നോക്കിയപ്പോൾ 10ൽ 10 പൊരുത്താണ്. അതായത് ഇതിലും മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ പറ്റിയ 2 ജാതകങ്ങളില്ല. അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ് 2 മഹർഷിമാരാണ്, വാസിഷ്ഠനും വിശ്വാമിത്രനും. ഇത് ഏറ്റവും നല്ല മാച്ചാണെന്ന് പറഞ്ഞു. എന്താണ്ടായത് അവരുടെ ജീവിതത്തിൽ? അവരുടെ ജീവിതം മുഴുവൻ ദുരിതമയായിരുന്നു. അപ്പോൾ ശ്രീരാമനും സീതയും 2ഉം അവതാരങ്ങളാണ്. അവതാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മുജ്ജന്മ കർമ്മഫലങ്ങളില്ല. മുജ്ജന്മത്തിലെ കർമ്മഫലങ്ങളുടെ ഭോഗം അനുഭവിക്കാനല്ല അവർ വരുന്നത്, അവതാരമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ മുജ്ജന്മത്തിലെ കർമ്മഫലങ്ങളാണ് അവരെ ഈ ദുരിതത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെന്താ കാരണം? അവരെ ഇളയമ്മ അതിലിടപെട്ടു. കൈകേയി ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ തലേദിവസമാണ് ഇളയമ്മയുടെ ഡിമാൻഡ് വരുന്നത്. അതെന്താ കാരണം? അച്ഛൻ ദശരഥൻ 3ാമത്തെ ഭാര്യയാണ്, എന്താ ഒരു പേര്, കൈകേയി. അപ്പോൾ 2 ഭാര്യമാരും ഉണ്ടായിട്ട് കുട്ടികളില്ല. അപ്പോഴേക്കും ദശരഥന് വയസ്സായിരിക്കണു. അപ്പോഴാണ് കൈകേയിക്ക് അന്ന് 13-14 വയസ്സാണ് പ്രായം. ഇദ്ദേഹത്തിന് 70-80 ഉണ്ട്. അപ്പോഴാണ് ഈ വിവാഹം അന്വേഷിക്കുന്നത്. ആദ്യം ഇയാളൊരു വൃദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് കൈകേയിയുടെ അച്ഛനും ഒരു വിഷമമുണ്ടായിരുന്നു.
പിന്നെയാണ് അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി സൂര്യവംശത്തിലെ രാജാവാവും. കാരണം കുട്ടികളില്ലേ വീട്ടിൽ. അപ്പോൾ പ്രശസ്തിയില്ല എല്ലാത്തിനേക്കാളും വലുത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ കൈകേയിയുടെ അച്ഛനെ സമ്മതിക്കുകയാണ്. അപ്പോൾ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിലുണ്ടാവുന്ന കുട്ടിയെ രാജാവാക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് 3 ഭാര്യമാരായി. അത് കഴിഞ്ഞ് ഇദ്ദേഹം കാട്ടിൽ നായാട്ടിന് പോകുന്ന സമയത്ത് ഒരാന വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ആന നദിയിൽ വെള്ളം കുടിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഒരു അസ്ത്രം അയക്കുകയാണ്, ശബ്ദവേദി എന്ന് പറഞ്ഞിട്ട്. ആ അസ്ത്രം അയച്ച് നോക്കുമ്പോൾ അതൊരു മുനികുമാരൻ പുഴയിൽ നിന്ന് വെള്ളം മുക്കുകയായിരുന്നു. മുനികുമാരൻ ഈ അസ്ത്രം കൊണ്ട് മരിച്ചു. ഇപ്പോൾ മുനി അവിടെ തപസ് ചെയ്യുന്നുണ്ട് ആശ്രമത്തിൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് അബദ്ധം മനസ്സിലായത്. വേഗം ഈ കുട്ടിയുടെ ശവശരീരം എടുത്ത് ആശ്രമത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് അച്ഛനോട് പറഞ്ഞു, മഹർഷിയോട്. അദ്ദേഹം അന്ധനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആശ്രയം ഈ മകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്രമാത്രം ദുഃഖമാണ് എനിക്ക് ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് നീയും പുത്രദുഃഖം കൊണ്ടായിരിക്കും നിൻ്റെ മരണം എന്ന് ഒരു ശാപം കൊടുത്തു. അപ്പോൾ ശാപമാണെങ്കിലും വാസ്തവത്തിൽ ആ സമയത്ത് ദശരഥൻ സന്തോഷിച്ചു. എന്താ കാരണം? മക്കളില്ല. മക്കളുണ്ടായിട്ടല്ലേ പുത്രശോകം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മക്കളെ ഇല്ല ഇദ്ദേഹത്തിന്. അപ്പോൾ ശാപമാണെങ്കിലും അത് അനുഗ്രഹമാവുമെന്ന് വിചാരിച്ചു. പിന്നീടാണ് ഭാര്യമാർ ഓരോരുത്തരായിട്ട് സന്തതികൾക്ക് ജന്മം കൊടുക്കുന്നത്. ആദ്യത്തെ ഭാര്യയ്ക്ക് തന്നെയാണ് ആദ്യത്തെ കുട്ടി ഉണ്ടായത്, ശ്രീരാമൻ. പിന്നെ ഒരു ഓർഡറിലാണ് കുട്ടികൾ. ശ്രീരാമൻ, പിന്നെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, 4 മക്കളുണ്ടായി. അപ്പോൾ കൈകേയിയുടെ മകൻ്റെ സീനിയോറിറ്റി പോയി. അപ്പോൾ ശ്രീരാമനാണ് അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിനെ രാജാവാക്കണ സന്ദർഭം വന്നപ്പോഴാണ് കൈകേയി ഡിമാൻഡ് വയ്ക്കുന്നത്. അതിന് പുറമെ കൈകേയിക്ക് ഇത് ഒരു വരം കൊടുത്തിട്ടുണ്ട്. ഒരു തേരിൽ പോണ സമയത്ത് തേരിൻ്റെ ചക്രം അതിൻ്റെ തണ്ടിൽ നിന്ന് വിട്ടു പോണ സമയത്ത് അതിൽ കൈവിരലിട്ടിട്ട് കൈകേയി രക്ഷപ്പെടുത്തി ദശരഥനെ. അപ്പോൾ ആ സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 വരം തരാമെന്ന്. അപ്പോൾ വരപ്പം ഞാൻ കയ്യിൽ വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം. അപ്പം ചോദിച്ചില്ല. അത് ചോദിക്കുന്നത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ തലേ ദിവസമാണ്, എല്ലാം നിശ്ചയിച്ചതിന് ശേഷം. ഇദ്ദേഹത്തിൻ്റെ തോഴിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, സ്വാധീനം. അപ്പോൾ രാജാവിനെ സംബന്ധിച്ചിടത്തോളം വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണത്തിന് തുല്യതാണ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോഴാണ് ശ്രീരാമൻ കാട്ടിലേക്ക്. അപ്പോൾ വരതാണ് ശ്രീരാമൻ കാട്ടിൽ പോയി 14 വർഷം വനവാസം അനുഷ്ഠിക്കണമെന്നാണ്. രാജ്യം ഭരതന് കൊടുക്കണമെന്നാണ്. ശ്രീരാമൻ അതിന് സമ്മതിച്ചു. പക്ഷെ അപ്പോൾ ദശരഥനും എല്ലാവരും പറഞ്ഞു, ദശരഥൻ പറഞ്ഞു, നീ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് രാജ്യം പിടിച്ചെടുത്താൽ മതി, എന്നാലേ അറ്റ്ലീസ്റ്റ് എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. കാരണം ഇദ്ദേഹത്തിന് വേറൊരു ശാപം കൂടിയുണ്ട്. എന്താണ്? പുത്ര ദുഃഖം കൊണ്ടാണ് മരണം എന്ന്. അത് ശ്രീരാമനും അറിയാം. അപ്പോൾ കൈകേയി ഒഴിച്ച് ബാക്കി ആർക്കും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നില്ല. ശ്രീരാമൻ കാട്ടിൽ പോകാനുള്ള തീരുമാനത്തിൽ എന്തിനാ അത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി എന്തായിരുന്നു? അത് മാറ്റിമറിക്കുക അവിടെ. അതായത് രാജ്യത്തിനോട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആസക്തിയില്ല. അഭിഷേകം ചെയ്ത രാജ്യം ഭരിക്കും. അപ്പോഴാണ് വേറൊരാൾ അയാൾക്ക് രാജ്യം വേണം, ആ എടുത്തോട്ടെ. രാജ്യത്തിനോട് ആസക്തിയില്ല. ദശരഥനാണെങ്കിലോ രാജ്യം അങ്ങനെ ഒരു വരദാനം പോലെ കൈമാറേണ്ട സാധനമല്ല. രാജ്യം രാജാവിൻ്റെ അല്ല, ഈശ്വരൻ്റെ എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല രാജാവിനെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കൈകേയിയോട് പറയേണ്ടത് എന്തായിരുന്നു? ഒന്നാമത് എനിക്ക് ഓർമ്മയില്ലേ ഞാൻ പണ്ടൊരു വരം തന്നത്, വയസ്സായില്ലേ അത് പറയാം. അല്ലെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ വരം തന്നത് ഇപ്പം ഞാൻ പാലിക്കാൻ ഞാൻ തയ്യാറില്ല. സാഹചര്യം മാറിയില്ലേ? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പാണ് ഈ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ? ഈ മറ്റ് 2 ഭാര്യമാർക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ ഇതിന് പ്രസക്തിയില്ല. ആ പ്രസക്തിയില്ലെങ്കിലും
ആ മുൻപ് പറഞ്ഞ വാക്കിൻ്റെ മേലെ പിടിച്ചു നിൽക്കണു, പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കണു, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഫലം, ഈ വാക്ക് പാലിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിധി ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നു. അപ്പോൾ ദശരഥന് വേണമെങ്കിൽ ഈ വിധി, ശ്രീരാമൻ്റെ വിധി മാറ്റിമറിക്കാം. മഹർഷിമാരൊക്കെ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത് ചിലർ കൈകേയി കൊന്നുകളയണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ അത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു രാജാവിന് രാജ്യത്തിനോട് ആസക്തി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ദശരഥൻ പറഞ്ഞത് ശ്രീരാമൻ കേൾക്കുന്നില്ല. അച്ഛൻ്റെ ആജ്ഞയില്ല, അമ്മ പറഞ്ഞു, ഒന്നും കേൾക്കുന്നില്ല. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ രാജാവിൻ്റെ ധർമ്മം എന്താ അതാണ് അനുഷ്ഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ശ്രീരാമൻ ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീരാമൻ അവതാരം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും വിധി ഇങ്ങനെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധികൾ മാറി മറിഞ്ഞ് പോകുന്നതാണ്. അതായത് ശ്രീരാമൻ്റെയും സീതയുടെയും ജീവിതത്തിൽ അവരുടെ കർമ്മഫലങ്ങളല്ല, കൈകേയിയുടെ കർമ്മഫലങ്ങളാണ് ഈ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കർമ്മഫലങ്ങളും നമ്മളെ ബാധിക്കും. ഇതിഹാസം അത് വ്യക്തമാക്കണം. രാജി പറഞ്ഞ് അതൊന്നും എടുക്കണ്ട, പുരാണങ്ങളൊന്നും വേണ്ട. സാധാരണ ജീവിതത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് മാതാപിതാക്കളോട് പറയാം, ഈ കല്യാണം കഴിക്കാൻ പോണ പയ്യന് നമ്മളത്ര സ്റ്റാറ്റസ് ഇല്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, അല്ലെങ്കിൽ വേറൊരു ജാതിയിൽ പെട്ട ആളാണ്, അങ്ങനെയൊക്കെയല്ലേ പറയുക. ഇന്നുണ്ട് അങ്ങനത്തെ സംഗതികൾ വളരെ സർവ്വസാധാരണ. ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ മിഷനിലുള്ള തന്നെ ഇങ്ങനത്തെ ഒരു അഭിപ്രായം വന്നു. ഉദ്ദേശിച്ച സ്റ്റാറ്റസ് ഇല്ല, വേറെ ജാതിയിൽപ്പെട്ടാണ്, രണ്ടുപേരും അഭ്യാസികളാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നിർബന്ധത്തിന്, അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചിലപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും വേറെ കല്യാണം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആജ്ഞ പാലിക്കാതിരിക്കുന്നത് ശരിയാണോ? ഇതൊക്കെയാണ് അവിടുത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഒരാൾക്ക് വേറെ ആളോട് ഇഷ്ടം തോന്നുന്നത് ചിലപ്പോൾ ആ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രഭാവമായിരിക്കാം. അപ്പോൾ അത് സ്വാഭാവികമായിരിക്കാം, നമ്മുടെ വിധി അതായിരിക്കാം. അപ്പോൾ ഹൃദയത്തിൻ്റെ സന്ദേശം നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യത്തിലും രാജി പറയാൻ ഒരൊറ്റ ജന്മം കൊണ്ട് മോക്ഷപ്രാപ്തി കിട്ടും. പക്ഷേ മനസ്സും മറ്റ് ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തീരുമാനങ്ങൾ മാറ്റിമറിക്കും. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഹൃദയത്തിൻ്റെ സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ഒരു പുരുഷായുസ് കൊണ്ട് മോക്ഷപ്രാപ്തിക്കുന്നതാണ്. കാരണം ആ ശരിക്കുള്ള പ്രോഗ്രാമാണ് വർക്കൗട്ട് ആവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ വേറെ കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? ആദ്യം ഇവർ രണ്ടുപേരെയും ഹൃദയം മുറിവേറ്റു, കല്യാണം കഴിക്കണ 2 ഫാമിലി കൂടി. ഇപ്പം 4 ഫാമിലി മൊത്തത്തിൽ അസ്വസ്ഥമാവുന്നത് അല്ലേ? 4 ഫാമിലി അസ്വസ്ഥമായി കഴിഞ്ഞാൽ അവിടെ നിൽക്കും അത് ഇല്ല. അത് സമൂഹത്തിലേക്ക് ഇങ്ങനെ വ്യാപിക്കും. തിരമാല പോലെ ഒന്നൊന്ന് മറ്റൊന്നിലേക്കായിട്ട് ഇങ്ങനെ വ്യാപിക്കുന്നത്. അങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ഇതുപോലത്തെ കൂടുതൽ കേസുകൾ വരുമ്പോൾ എന്താവും? സമൂഹത്തിൻ്റെ സ്വഭാവമായി മാറുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ സാമൂഹികമായിട്ടുള്ള ഉയർച്ച താഴ്ച, സാമ്പത്തിക നില, ജാതി ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മുടെ ഒറിജിനൽ ഹാർട്ടിൻ്റെ പ്രോഗ്രാം മാറ്റിയിട്ട് മറ്റൊരു പ്രോഗ്രാം ഇടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സംസ്കാരങ്ങളുടെ പാറ്റേണിനെ നമ്മൾ കൂടുതൽ സങ്കീർണമാക്കും. അങ്ങനെയാണ് ജന്മജന്മാന്തരങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കർമ്മഫലങ്ങളുടെ ഭോഗം നമ്മൾ അനുഭവിക്കാം. അപ്പോൾ ഹൃദയത്തിൻ്റെ സിഗ്നൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നീ നോക്കൂ, നമ്മൾ എന്താ ചെയ്യുന്നതിൽ ഹൃദയത്തിൻ്റെ സിഗ്നൽ ശരിയായ രീതിയിൽ എടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ ബോധത്തിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു സത് ചിത് ആനന്ദം എന്ന് പറഞ്ഞാൽ
സത്ത് എന്ന് പറഞ്ഞ ദിവ്യത്വം നമ്മുടെ ബോധത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഇത് ആനന്ദമായിട്ട് മാറുന്നത്. അപ്പോൾ ബോധത്തിൽ ദിവ്യത്വം പ്രതിഫലിക്കണമെന്ന് വേണം ബോധം ശുദ്ധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ബോധം വികസിക്കണം. അപ്പോഴാണ് ഹാർട്ട്ഫുൾനെസ് ആലോചിക്കുന്നത് എന്താണ് ബോധത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോഴാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ ഓരോ പ്രാക്ടീസ് നോക്കൂ. ധ്യാനം എന്താ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ ഫീലിംഗ് അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ചിന്തകളുടെ പ്രവാഹം, ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ധ്യാനാത്മകമായിട്ടുള്ള മനസ്സാണെങ്കിൽ എന്താണ് അതിൻ്റെ അനുഭവത്തിൻ്റെ തലം എന്ന് നമുക്ക് പിടികിട്ടും. അല്ലെങ്കിൽ എന്താണ്ടാവുക, മനസ്സ് പരസ്പര വൈരുദ്ധ്യങ്ങളിൽ മായാലോകത്തിലായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയും ഇതൊക്കെ മായയാണെന്ന്. എല്ലാം യാഥാർത്ഥ്യമാണ്. മായ എന്ന് പറയുന്നത് എന്താണ്? മായ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഡിഫക്റ്റാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ചില പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവത്തിനെ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്, ഈ 3 ഘടകങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മായ എന്ന് പറയുമ്പോൾ തോന്നലായി മാറുന്നത്. ഇപ്പോൾ മായ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇല്ലാത്തതെന്നല്ല, ഉള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്ന പോലെയല്ല അതിൻ്റെ യഥാർത്ഥ രൂപം എന്നർത്ഥം. അപ്പോൾ മനസ്സിനെ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നു ധ്യാനം. ബുദ്ധിയെ ശരി തെറ്റ്, നന്മ തിന്മ, ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളിൽ കുരുക്കിയിടുന്നത് നമ്മുടെ പൂർവ്വകാലത്തിലെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ കർമ്മഫലങ്ങളാണ്, അല്ലെങ്കിൽ മുദ്രകളാണ്. അപ്പോൾ ആ കർമ്മഫലങ്ങളെ, മുദ്രകളെ നമ്മൾ നീക്കം ചെയ്യുമ്പോഴാണ് ബുദ്ധിശക്തി വിവേകമായിട്ട് പരിണമിക്കും. അപ്പോൾ ബുദ്ധിശക്തി വിവേകമായിട്ട് പരിണമിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ വീണ്ടും ഈ മായാലോകത്തിലാണ് നമ്മൾ കാണുക. തെറ്റും ശരിയും, ഉയർച്ചയും താഴ്ചയും, നന്മയും തിന്മയും എല്ലാം വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ ബുദ്ധിയെ നമ്മൾ ശുദ്ധീകരണത്തിലൂടെ വിവേകമായി മാറ്റേണ്ടതുണ്ട്. അഹം എന്നുള്ള ഭാവം നമ്മൾ പറഞ്ഞു, അഹങ്കാരം മോശമെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ യോഗ കർമ്മകൗശലം ആണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കണമെങ്കിൽ ഈ അഹം എന്നുള്ള ഭാവത്തിനെ നമ്മൾ വിനയവും സ്നേഹവുമായിട്ട് പരിവർത്തനപ്പെടുത്തേണ്ടത്. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ പ്രാർത്ഥന. അപ്പോൾ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, അതും സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ഈ ആത്മീയ പരിശീലന പരിപാടി ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് എത്രമാത്രം ഉദ്ദേശശുദ്ധിയുള്ള പ്രവൃത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പരിശുദ്ധമാക്കി യാഥാർത്ഥ്യത്തെ നമുക്ക് ദർശിക്കാൻ നമ്മളെ പര്യാപ്തരാക്കും. അല്ലെങ്കിലോ ഇത്തരം ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും അതിൻ്റെ ഉള്ളുകള്ളി എന്താണെന്നറിയാതെ നമ്മൾ ഈ മായാലോകത്ത് കൊടുക്കും. എന്താണ് ഇതിൻ്റെ വാസ്തവം? ആരാണ് ഇതിന് ഉത്തരവാദി? എന്താണ് കാരണം? എന്താണ് പ്രഭാവം? അപ്പോഴാണ് ബാബുജി മഹാരാജ് പറയും, കാരണമില്ലാണ്ട് പ്രഭാവം ഉണ്ടാവും, പ്രഭാവം ഇല്ലാണ്ട് കാരണം ഉണ്ടാവും. ഇതെന്താ? നമ്മളെന്താണ് പോകും. അപ്പോൾ അതുപോലെ ദാജി വേറൊരു ഉദാഹരണം പറയും. ഹിറ്റ്ലർ ജൂതന്മാരെ, ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഈ ഗ്യാസ് ചേമ്പറിലാക്കിയിട്ട് ജീവനോടെ കത്തിച്ച് കളഞ്ഞു. ദാജിയോയ്ക്ക് ലക്ഷക്കണക്കിന് ജൂതന്മാർക്ക് ഒരേ സംസ്കാരം ഉണ്ടായതുകൊണ്ടാണ് അവർ ഒരുമിച്ച് മരിക്കേണ്ടി വന്നത്? അല്ല, ഇദ്ദേഹം അവരുടെ ഭാവിയിൽ ഇടപെടുകയാണ്. ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്കാരെ പോലെ അവർ ആരെയും അനാവശ്യമായിട്ട് ആക്രമിക്കില്ല. അവരുടെ സംരക്ഷണത്തിന് എന്തെങ്കിലും ഭീഷണി വരുമ്പോൾ മാത്രമേ അവർ പ്രതിരോധത്തെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഇന്ത്യക്കാരെങ്ങനെയാണ്? ഇന്ത്യ സംരക്ഷണം നഷ്ടപ്പെട്ടാലും അഹിംസ പരമോധർമ്മ എന്ന് പറയിരിക്കും. അതുകൊണ്ടാണ് 1200 വർഷം നമ്മൾ പലതരത്തിലുള്ള സാമ്രാജ്യത്തിൻ്റെ അടിമകളായിട്ട് ഇന്ത്യ ജീവിക്കും. ആത്മീയ തത്വങ്ങൾ പോലും
അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഓരോ സാമ്രാജ്യ ശക്തികളും നമ്മളെ അടിമകളാക്കി വെച്ച് അവരിവിടെ ഇട്ട് പോയിട്ടുള്ള മുദ്രകളാണ് ഇപ്പോഴും ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ എവിടെ നമുക്ക് തെറ്റുപറ്റുക? നമ്മൾ സ്വാഭാവികമായിട്ട് ഹൃദയത്തിൻ്റെ സിഗ്നൽ സ്വീകരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല. പിന്നെന്താ, നമുക്ക് കാര്യങ്ങൾ വേഗം നടക്കണം, പെട്ടെന്ന് നടക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ അഹം എന്നുള്ള ഭാവം. ഇപ്പോൾ ഹൃദയത്തിൻ്റെ സിഗ്നൽ എടുത്താൽ ഉടനെ തന്നെയുള്ള എൻ്റെ ഒരു ആഗ്രഹപൂർത്തീകരണത്തിന് ഈ ഹൃദയത്തിൻ്റെ സിഗ്നൽ തടസ്സമാണ്. ഉടനെ എനിക്കൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ സംതൃപ്തി വേണം. അപ്പോൾ നമ്മൾ തീരുമാനം മാറ്റി മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ഈ ജൂതമതത്തിൽ പാപം പുണ്യം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മനോഹരമായിട്ടുള്ള നിർവചനം അവർ പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സും അതിനോട് യോജിക്കുന്നത്. അവിടെ പുണ്യപാപങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു പ്രത്യേക ആശയമില്ല. ജൂതമതത്തിൽ പറയുക, നമ്മളുടെ പ്രിയപ്പെട്ടവൻ്റെ, അതായത് ഈശ്വരൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് അത് പാപമായിട്ട് മാറുന്നത്. ഹാർട്ട്ഫുൾനെസ് അതല്ല പറയണം. നിരന്തര സ്മരണയിലാണെങ്കിൽ പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള ഐഡിയ ഇല്ല. ഹൃദയത്തിൽ നിന്നുള്ള സിഗ്നൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സ്മരണയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിന്ന് വ്യതിചലിക്കുന്ന നിമിഷത്തിനെയാണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ താരതമ്യേന എളുപ്പമാണ്. നിരന്തര സ്മരണയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ നമ്മളെടുക്കുന്നത് സിഗ്നൽസ് മുഴുവൻ ഹൃദയത്തിൽ നിന്നായിരിക്കും. നിരന്തര സ്മരണ എങ്ങനെ പരിശീലിക്കും? അങ്ങനെ ആദ്യം ധ്യാനം ചെയ്യണം. ധ്യാനമായ മനസ്സിനെ നമുക്ക് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് മുൻപേ ഉള്ള സംസ്കാരങ്ങളിലെ മുദ്രകൾ അവിടെ കിടക്കുന്നു, അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിശക്തിയെ വിവേകാക്കാൻ സാധ്യമല്ല. അഹം എന്നുള്ള ബോധം നമുക്ക് പലതരത്തിലുള്ള മായകൾ കാണിച്ചു തരും. അപ്പോൾ അതിനെ പ്രാർത്ഥനയിലൂടെ ഉന്നതമായ ദിവ്യത്വത്തിൻ്റെ ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന് നമ്മൾ അഭയം പ്രാപിച്ച് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് എല്ലാ തരത്തിലും ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിനെ പരിപൂർണമായിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ ഏറ്റവും പ്രധാനം സംപ്രേഷണം. ഇപ്പോൾ ദാജി പറയാണ്, സംപ്രേഷണം എന്ന് പറയുന്നത് ഇന്നുണ്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. വർഷങ്ങളോളം മനുഷ്യർ അന്ധകാരത്തിൻ്റെ ലോകത്തിലായിരുന്നു. അതിനുശേഷം ലാലാജിയാണ് ഈ സംപ്രേഷണം എന്നുള്ള ടെക്നിക്ക് പുനരാവിഷ്കരിച്ച്. അതുവരെ ഉണ്ടായിരുന്നില്ല അത്. അപ്പം അതുവരെ അന്ധകാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ലോകം കടന്നുപോയത് ഈ സംപ്രേഷണം വരുന്നവരെ. കാരണം സംപ്രേഷണമാണ് ഇത് മുഴുവൻ സാധ്യമാക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം സംപ്രേഷണത്തിന്. ഇപ്പോൾ പലരും ചോദിക്കും, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അപ്പോൾ ഗുരു അനുഗ്രഹിക്കാത്ത ഒരു എന്താ പറയുക, ഒരു പിശുക്കനായിട്ടുള്ള ആളാണോ തോന്നും കേൾക്കുമ്പോൾ. അല്ല, ഈ അനുഗ്രഹത്തിന് പാത്രമാവണമെങ്കിൽ നമ്മൾ നമ്മളെ തയ്യാറാക്കേണ്ടതുണ്ട്. അതായത് സത്ത് എന്ന് പറയുന്നത് ചിത്തത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ ചിത്തത്തിന് പരിശുദ്ധി ആവശ്യമുണ്ട്. ആ പരിശുദ്ധിയാണ് നമ്മൾ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ പാത്രമാവണമെങ്കിലും നമ്മൾ നമ്മളെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ തയ്യാറെടുപ്പാണ് സാധനാപത്യ. ദാജി പറഞ്ഞത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ പരിശീലിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഭാവിയിൽ ചിലപ്പോൾ ഈ സംപ്രേഷണം ഇല്ലാതെയാവാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത്. ഇപ്പം നമുക്ക് ഈ വളരെ എളുപ്പത്തിൽ സംപ്രേഷണം ലഭ്യമാണ്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അവകാശമായിട്ട് വയ്ക്കും നമ്മൾ. പക്ഷെ ഭാവിയിൽ ഇല്ലാതെയാവാം. അപ്പം അതുകൊണ്ട്
നമ്മൾ ഈ സംപ്രേഷണം സ്വീകരിക്കുമ്പോൾ ആ ഒരു നന്ദിബോധം നമ്മൾ പ്രകാശിപ്പിക്കേണ്ട ഉള്ളിൻ്റെ ഉള്ളിൽ. അതാണ് വാസ്തവത്തിൽ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് പാത്രമാവാൻ ബോധത്തിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന അനിവാര്യമാണ്, ദിവസേനയുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംപ്രേഷണത്തിന് പാത്രമാവാൻ മറ്റുള്ളവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന്, അതും വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാം, ജൂൺ 21 ലോക യോഗ ദിനമാണ്. അടുത്ത ആഴ്ചയാണത്, അടുത്ത വെള്ളിയാഴ്ച അല്ലേ? ശനിയായാലും വെള്ളിയായാലും പ്രശ്നമില്ല. കാരണം ഹാർട്ട്ഫുൾനെസ് അതിനെ യോഗ വീക്കായിട്ട് ആഘോഷിക്കണം. വീക്കായിട്ടെന്ന് പറഞ്ഞാൽ പീക്കായിട്ടെന്നല്ല, ഒരാഴ്ച മുഴുവൻ ഹാർട്ട്ഫുൾനെസ് യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഒരുപാട് ആധ്യാത്മിക സംഘടനകൾ ഈ സമയത്ത് ആക്റ്റീവാണ്. ആയുഷ് പോലെയുള്ള സംഘടനകൾ, സെൻട്രൽ ഗവൺമെൻറ് സംഘടനകളൊക്കെ ഇതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാർട്ട്ഫുൾനെസ് അഭ്യാസം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സമയത്ത് എല്ലാവരും യോഗ എന്നുള്ള ഒരു ആശയത്തിലുണ്ടാവുക. ആ സമയത്ത് ഈ സംപ്രേഷണം അവർക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും 3 സിറ്റിങ്ങിന്. അതാണ് ഓരോ അഭ്യാസികളുടെയും പ്രിസെപ്റ്ററുടെയും ഉത്തരവാദിത്വം, അടുത്ത തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. അപ്പോഴേ നമ്മൾ വേണ്ട രീതിയിൽ ഹാർട്ട്ഫുൾനെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണുള്ളൂ. അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, എന്താണ് സച്ചിദാനന്ദം, എന്താണ് മായ, എന്താണ് നമ്മുടെ വിധി, അല്ലെങ്കിൽ ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന എന്താണ് എന്നൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ ബോധത്തിൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അടുത്ത ആക്ഷൻ അതായിരിക്കും. അപ്പോൾ എല്ലാവരോടുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, അടുത്ത ആഴ്ചയിൽ നമ്മളെല്ലാവരും ഒന്ന് ആക്റ്റീവായി ഒരാളെങ്കിലും ഈ ആഴ്ചയിൽ ഈ സംപ്രേഷണം അവർക്ക് അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തോന്നും. നമുക്കത് വളരെ ലാഘവത്തിൽ ലഭ്യമാണ്. പക്ഷേ എത്രയോ ആളുകൾക്ക് ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി ലഭ്യമല്ല. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം നമ്മൾ അടുത്ത യോഗ വീക്കിൽ നമ്മൾ അതിനുള്ളൊരു ഉത്സാഹം എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം.